വളരെ കുറഞ്ഞ സമയം കൊണ്ട് +1 കെമിസ്ട്രിയിലെ 10 മാർക്ക് ചോദ്യങ്ങൾ പഠിച്ചെടുത്താലോ? യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രൂപ്പ് 16 എലമെന്റ്സ് ആർ ഓൾസോ കോൾഡ്. 16ാമത്തെ ഗ്രൂപ്പ് എലമെന്റുകളെ നമ്മൾ എന്താണ് വിളിക്കുക? ചാൽക്കോജൻസ് എന്നാണ് വിളിക്കുക. ഗ്രൂപ്പ് 17 ആണെങ്കിൽ ഹാലോജൻസ് എന്നും, ഗ്രൂപ്പ് 18 18ാമത്തെ ഗ്രൂപ്പിനെ നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ് എന്നും വിളിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്. ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് ഓഫ് 3p ഓർബിറ്റൽ. 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. സോ റേഡിയൽ നോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ n - l - 1 ആണ്. ഹിയർ n is 3. എന്നിന്റെ വാല്യൂ എന്താണ്? 3 ആണ്. കാരണം ഇത് 3p ആണ്. 2s ആണെങ്കിൽ n വാല്യൂ 2 ആണ്. 3d ആണെങ്കിൽ n വാല്യൂ 3 ആണ്. 4d ആണെങ്കിൽ n വാല്യൂ 4 ആണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന നമ്പർ ഏതാണോ അതാണ് n വാല്യൂ. സോ ഹിയർ n വാല്യൂ is 3. ആൻഡ് എന്താണ് എൽ വാല്യൂ? എൽ വാല്യൂ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? എൽ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ആണ്. എൽ വാല്യൂ 1 ആണെങ്കിൽ അത് പി ആണ്. 2 ആണെങ്കിൽ അത് ഡിയും 3 ആണെങ്കിൽ അത് എഫുമാണ്. സോ ഇവിടെ പി ആണ്, 3p ആണ് അല്ലെ? 3p പി ആണ്. പി ആണെങ്കിൽ എൽ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ എൽ ഇസ് ഈക്വൽ ടു 1. സോ n - l - 1 എന്ന് പറയുന്നത് 3 - 1 - 1 3 - 2 ആണ് മക്കളെ, വിച്ച് ഇസ് ഈക്വൽ ടു 1. സോ ഇവിടെ റേഡിയൽ നോഡുകളുടെ എണ്ണം 1 ആണ്. അടുത്ത ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ആർ ഹാവിംഗ് ദ ഹയസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി? ഇക്കൂട്ടത്തിൽ ആർക്കാണ് അയണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ? ആർക്കായിരിക്കും? ഗ്രൂപ്പ് 18 ആയിരിക്കും. അവർ നോബിൾ ഗ്യാസസ് ആണ്, ഇനേർട്ട് ഗ്യാസസ് ആണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അയണൈസേഷൻ എൻതാൽപ്പി. അടുത്ത ചോദ്യം ഇതാണ്. ദ IUPAC നെയിം ഓഫ് ആൻ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 1 2 3. അറ്റോമിക് നമ്പർ 1 2 3 ആയ എലമെന്റിന്റെ IUPAC നെയിം. 1 എന്ന് പറഞ്ഞ അണ്ണാണ് അല്ലെ? അണ്ണെന്നാണ് നമ്മൾ എഴുതുക. 2 എന്ന് പറഞ്ഞാൽ ബൈ എന്നാണ് നമ്മൾ എഴുതുക. 3 എന്ന് പറഞ്ഞാൽ ട്രൈ എന്നാണ് നമ്മൾ എഴുതുക. ഇത്രയും എഴുതിയിട്ട് എൻഡിൽ നമ്മൾ ഒരു IUM കൂടി ആഡ് ചെയ്യും അല്ലെ? ബട്ട് ഇവിടെ ഓൾറെഡി I ഉണ്ട്. സോ I അഗെയിൻ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ UM മാത്രം എഴുതിയാൽ മതി. ഇതാണ് അതിന്റെ IUPAC നെയിം. മൂവിംഗ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അവസാന ചോദ്യം ഇതാണ്. ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ബ്രോമിൻ 3580. ദാ ഇവിടെ ന്യൂട്രോണുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പ്രോട്ടോണുകളുടെ എണ്ണമാണെന്നും അത് അറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണെന്നും നിങ്ങൾക്ക് അറിയാം അല്ലെ? അറ്റോമിക് നമ്പർ ആണ് പ്രോട്ടോണുകളുടെ എണ്ണം. ഇത് മാസ് നമ്പർ ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സം ആണ്. സോ പ്രോട്ടോണിന്റെ എണ്ണം 35 ആണെങ്കിൽ ന്യൂട്രോണിന്റെ എണ്ണം എത്രയായിരിക്കും? 80 - 35 ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് 45. സോ ദ ആൻസർ ഈസ് 45.